എല്ലാവരും ചോദിച്ചുകൊണ്ടിരുന്ന ഒരു ചോദ്യമായിരുന്നു മാപ്പിന്റെ വീഡിയോ. ലൈവിലും കമന്റ് സെക്ഷനിലും എല്ലാത്തിലും ഞാൻ കണ്ടിട്ടുണ്ട് മാപ്പിന്റെ വീഡിയോ പറയാം. അപ്പം നിങ്ങൾക്ക് എക്സാമിന് മെയിൻ ആയിട്ട് വരാൻ പോകുന്ന മാപ്പിന്റെ ഓരോ ക്വസ്റ്റ്യൻസ് അല്ല, മാപ്പിൽ മെയിൻ ആയിട്ട് അടയാളപ്പെടുത്തേണ്ട കാര്യങ്ങളാണ് ഞാൻ അവിടെ പറയുന്നത്. അപ്പം നമുക്ക് നേരെ മാപ്പിലേക്ക് പോകാം. മാപ്പിൽ സിമ്പിൾ ആയിട്ട് അടയാളപ്പെടുത്താൻ പറ്റുന്ന കാര്യത്തിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. പ്ലേറ്റോസ്, 3 പ്ലേറ്റോസ് ആണ് മെയിൻ ആയിട്ടുള്ളത്. ഡെക്കാൻ പ്ലേറ്റോ, മാൽവ പ്ലേറ്റോ, ഛോട്ടാ നാഗ്പൂർ പ്ലേറ്റോ. ഇത് 3 സിമ്പിൾ ആയിട്ട് തന്നെ മാപ്പിൽ നമുക്ക് അടയാളപ്പെടുത്താം. എങ്ങനെയാ നോക്കാം. ഫസ്റ്റ് തന്നെ ഡെക്കാൻ പ്ലേറ്റോ സിമ്പിൾ ആയിട്ട് ഇവിടെ ഒരു ട്രയാങ്കിൾ പോലെ വരച്ച് വെച്ചാൽ ഇവിടെ ഈ റീജിയനിലാണ് ഡെക്കാൻ പ്ലേറ്റോ വരുന്നത്. അതിന്റെ മുകളിലായിട്ട് ഇവിടെ ആയിട്ടാണ് മാൽവ പ്ലേറ്റോ വരുന്നത്. ഈ ഭാഗത്തായിട്ടാണ് ഛോട്ടാ നാഗ്പൂർ ഉള്ളത്. ഇത് ഡെക്കാൻ പ്ലേറ്റോ, ഇത് മാൽവ പ്ലേറ്റോ, ഇത് ഛോട്ടാ നാഗ്പൂർ പ്ലേറ്റോ. ഈ 3 പ്ലേറ്റോ ആണ് മെയിൻ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാറുള്ളത്. ഈ 3 പ്ലേറ്റോസ് ആണ് പ്ലേറ്റോന്റെ പോർഷനിൽ മെയിൻ ആയിട്ട് നോക്കാനുള്ളത്. ഇത് മാത്രമേ ഉള്ളൂ പ്ലേറ്റോയിൽ മെയിൻ ആയിട്ട് നിങ്ങളെ ഫോക്കസ് ഏരിയയിലൊക്കെ ആയിട്ടുള്ളത്. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് റിവേഴ്സ് ആണ്. ഇന്ത്യയിലെ കുറെ റിവേഴ്സ് ഉണ്ടെന്ന് നമുക്കറിയാം. അതിൽ മെയിൻ ആയിട്ടുള്ള കുറച്ച് റിവേഴ്സ്, ഹിമാലയൻ റിവേഴ്സും പിന്നെ പെനിൻസുലാർ റിവേഴ്സും. ആ റിവേഴ്സിനെ കുറിച്ചാണ് മെയിൻ ആയിട്ട് നിങ്ങൾക്ക് മാപ്പിൽ അടയാളപ്പെടുത്താണ്ടാവുക. റിവേഴ്സ് ഒന്നെങ്കിൽ അടയാളപ്പെടുത്താൻ ചോദിക്കും, അല്ലെങ്കിൽ റിവേഴ്സ് നിങ്ങളെ മാപ്പിൽ അടയാളപ്പെടുത്തിയിട്ട് ഇത് ഏത് റിവറാന്ന് ചോദിക്കും. അങ്ങനത്തെ ചോദ്യങ്ങളാണ് മെയിൻ ആയിട്ട് എക്സാമിന് ചോദിക്കുക. അപ്പൊ നമുക്കുള്ള റിവേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ഇത് ഹിമാലയൻ റിവേഴ്സ് ആണ്. ഹിമാലയൻ റിവേഴ്സിൽ ഇൻഡസ് ഉണ്ട്, ഗംഗാ യമുന ഉണ്ട്, ബ്രഹ്മപുത്ര ഉണ്ട്. അത് ആദ്യം മാർക്ക് ചെയ്തിട്ട് നമുക്ക് അടുത്ത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് തന്നെ ഇൻഡസ് റിവർ എന്ന് പറഞ്ഞാൽ കാശ്മീരിലൂടെ പോകണ, ഈ റീജിയനിലൂടെ പോകണ ഏതെങ്കിലും ഒരു വര പോലെ വരച്ചാൽ മതി. അത് ഇൻഡസ് റിവർ ആണ്. അത് നിങ്ങൾ അക്യുറേറ്റ് ആയിട്ടൊന്നും വരയ്ക്കേണ്ട ആവശ്യമില്ല, അതിലൂടെ ഒന്ന് പോയാൽ മതി. ഇത് ഇൻഡസ് റിവർ ആണ്, ഇൻഡസ്. പിന്നെയുള്ള ഏതാ, അടുത്തത് ഗംഗാ യമുന എന്ന് പറയുന്നത് ഗംഗേന്റെ ഒരു പാട്ടായിട്ടാണ് യമുന വരുന്നത്. അതായത് ഇതിലൂടെ ഗംഗ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇതിലൂടെ ഇങ്ങനെയാണ് ഗംഗ പോകുന്നത്. ഇതിന്റെ ഒരു ചെറിയ പോർഷൻ ആയിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ യോജിച്ച് വരുന്നതാണ് യമുന. ഗംഗാ യമുന എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇവിടെ ഈ റീജിയനിലൂടെ ഒരു വര വരച്ച് കഴിഞ്ഞാൽ അത് ഗംഗാ യമുന ആയിട്ട് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. ഗംഗാ യമുന എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഈ റീജിയനിലൂടെ പോകുന്ന എല്ലാ വരയും അവർ മാർക്കായിട്ട് കൂട്ടും. അതായത് അവിടെ ഒരു വര ഉണ്ടെങ്കിൽ അത് മാർക്കാണ് നിങ്ങൾക്ക്. ഓക്കെ, അടുത്തത് ബ്രഹ്മപുത്ര എന്ന് പറയുന്നത് ഇന്ത്യയിലല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്, പുറത്തുനിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിലൂടെ പുറത്തുകൂടെ ഇങ്ങനെ വന്ന് ഇന്ത്യയിലേക്ക് കയറുന്ന റിവറാണ് ബ്രഹ്മപുത്ര. അത് ഇതിലൂടെ ഇങ്ങനെ ഒരു വര വരച്ച് ഇങ്ങനെ കയറുന്ന കാണിച്ചു കഴിഞ്ഞാൽ അത് ബ്രഹ്മപുത്രയാണ്. അത്രയേ ഉള്ളൂ. ഓക്കെ, ഇതാണ് മെയിൻ ഹിമാലയൻ റിവേഴ്സ് എന്ന് പറയുന്നത് ഇൻഡസ്, ഗംഗ, ബ്രഹ്മപുത്ര. ഇത് ഇൻഡസ്, ഇത് ഗംഗ, ഇത് ബ്രഹ്മപുത്ര. ഈ 3 മെയിൻ ആയിട്ട് ഹിമാലയൻ റിവേഴ്സിൽ പഠിക്കാനുള്ളത്. ഈ 3 മാർക്ക് ചെയ്യാൻ എന്തായാലും അറിഞ്ഞിരിക്കണം. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് പെനിൻസുലാർ റിവേഴ്സ് ആണ്. പെനിൻസുലാർ റിവേഴ്സ് കുറെ ഉണ്ട്, അതിൽ ഓരോന്ന് വീതം നമുക്ക് മാർക്ക് ചെയ്തു പോവാം. ഫസ്റ്റ് നർമ്മദ എന്ന് പറയുന്നത് വിന്ധ്യ സത്പുര മൗണ്ടൻ റീജിയന്റെ ഇടയിൽ കൂടെ പോകണതാണ്. ഈ റീജിയനിലായിട്ടാണ് വിന്ധ്യ സത്പുര ഉള്ളത്. അതിന് ഇങ്ങനെ പോകണതാണ് നമ്മുടെ നർമ്മദ. ഓക്കെ, നർമ്മദ നേരെ അറേബ്യൻ ഓഷ്യനിലേക്ക് എത്തുന്നതാണ്. അടുത്ത റിവർ താപ്തി എന്ന് പറയുന്നത് നർമ്മദ പോലെ തന്നെ നർമ്മദേന്റെ അടുത്തൂടെ പോകുന്ന ഒരു റിവർ വരച്ചാൽ അത് താപ്തിയാണ്. ഇവിടെ ഈ റീജിയനിൽ നർമ്മദ, താപ്തി രണ്ടും അങ്ങോട്ട് മാറി മാറി വരച്ചാലും ഒരു കുഴപ്പമില്ല. അക്യുറേറ്റ് ആയിട്ട് വരയ്ക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ അവിടെ മാർക്ക് ചെയ്താൽ മതി. ആ റീജിയൻ നിങ്ങൾക്ക് അറിയാമെന്ന് മാത്രം അറിഞ്ഞാൽ മതി ഈ പേപ്പർ നോക്കുന്ന ആൾക്കാർക്ക്. അപ്പൊ ഈ റീജിയനിൽ നമുക്ക് നർമ്മദയും താപ്തിയും വരയ്ക്കാം. അടുത്ത റിവേഴ്സ് ആണ് കാവേരി, കൃഷ്ണ, ഗോദാവരി, മഹാനദി, ഹൂഗ്ലി. ഇവരെ 5 ഞാൻ ഒരുമിച്ചാണ് പറയുന്നത്. അത് നോക്കാം. കാവേരി എന്ന് പറയുന്നത് തമിഴ്നാട് സ്റ്റേറ്റിലൂടെ പോകുന്ന ഒരു റിവറാണ്. അതുപോലെ തന്നെ കൃഷ്ണ, ഗോദാവരി എന്ന് പറയുന്നത് ഈ റീജിയനിലൂടെ ഇങ്ങനെ പോകുന്ന 2 റിവേഴ്സ് ആണ് കൃഷ്ണ, ഗോദാവരി. ഇത് കാവേരിയാണ്, കാവേരി. ഇത് കൃഷ്ണ, ഇത് ഗോദാവരി. ഓക്കെ, അത് ക്ലിയർ അല്ലേ? ഇനി അടുത്ത് നേരെ ഒറീസയിൽ എത്തിയ ഈ റീജിയനിലായിട്ടാണ് എന്തുള്ളത്, മഹാനദി ഉള്ളത്. ഇവിടെയാണ് മഹാനദി. പിന്നെ ഉള്ളത് പശ്ചിമ ബംഗാളിന്റെ ഈ പോർഷനിൽ വെസ്റ്റ് ബംഗാളിന്റെ ഈ റീജിയനിലായിട്ടാണ് ഹൂഗ്ലി നദി ഉള്ളത്. ഹൂഗ്ലി എന്ന് പറയുന്നത് ഗംഗേന്റെ ഒരു പോർഷൻ തന്നെയാണ്. ഹൂഗ്ലി ചോദിക്കുകയാണെങ്കിൽ മാത്രം മാർക്ക് ചെയ്താൽ മതി. ഹൂഗ്ലി തന്നെ മെയിൻ ആയിട്ടുള്ള റിവർ ഒന്നുമല്ല. അപ്പൊ ഞാൻ ഇവിടെ കുറെ റിവേഴ്സ് ഇങ്ങനെ വരച്ചും കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല. സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഇവിടെ കാശ്മീരിലൂടെ പോണ ഇതാണ് ഇൻഡസ് റിവർ. ഈ ഉത്തർപ്രദേശ് ആ റീജിയനിലൂടെ പോണതാണ് ഗംഗേന്റെ തന്നെ ഒരു പോർഷൻ ആയിട്ടാണ് യമുന വരിക. ബ്രഹ്മപുത്ര എന്ന് പറയുന്നത് ഇന്ത്യന്റെ പുറത്തൂടെ വന്നിട്ട് അരുണാചൽ പ്രദേശിലൂടെ ഇങ്ങോട്ട് ഉള്ളോട്ട് വരുന്നതാണ് ബ്രഹ്മപുത്ര. പിന്നെ ഉള്ളത് നർമ്മദയാണ്. നർമ്മദ പറയുന്നത് ഇതാണ്. അതുപോലെ തന്നെ അതിന്റെ അടുത്തൂടെയാണ് താപ്തി പോകുന്നത്. താപ്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉള്ള പെനിൻസുലാർ റിവേഴ്സിൽ കാവേരി ഉണ്ട്, കൃഷ്ണ ഉണ്ട്, ഗോദാവരി ഉണ്ട്, മഹാനദി ഉണ്ട്, ഹൂഗ്ലി ഉണ്ട്. ഹൂഗ്ലി മെയിൻ അല്ല, ഹൂഗ്ലിനെ പറ്റി അധികം കൺസിഡർ ചെയ്യേണ്ട. മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി ഇതൊക്കെ ഈ റീജിയനിലാണ്.
കാവേരി എന്ന് പറയുന്നത് തമിഴ്നാട് റീജിയനിലാണ്. തമിഴ്നാടിന്റെ ഒരു ഹാഫ് പോർഷനിൽ വെച്ച് ഇങ്ങനെ വരച്ചാൽ മതി. കൃഷ്ണ എന്ന് പറയുന്ന ആന്ധ്രാപ്രദേശിന്റെ എൻഡിലേക്ക് വരുന്ന രീതിയിൽ. അതുപോലെ തന്നെയാണ് ഗോദാവരി. കൃഷ്ണന്റെ കുറച്ച് മുകളിലായിട്ട് ഒരു ലൈൻ വരച്ചാൽ അത് ഗോദാവരി ആയിട്ട് കൺസിഡർ ചെയ്യുക. പിന്നെ മഹാനദി എന്ന് പറയുന്നത് ഒറീസയിലാണ്. അത്രയാണ് മെയിൻ ആയിട്ടുള്ള റിവേഴ്സിനെ പറ്റി പഠിക്കുമ്പോൾ ഈ റിവേഴ്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് മൈൻഡിൽ വെച്ചാൽ മതി. സിമ്പിൾ ആണ്, അധികം ഒന്നും പേടിക്കാനില്ല. ഓക്കെ, അടുത്തത് മൗണ്ടൻ റേഞ്ചസ് ആണ്. മൗണ്ടൻ റേഞ്ചസ് ആണ് ഇതിൽ കുറച്ചൊന്ന് ടഫായിട്ട് വരുന്ന പോർഷൻ. ഒരുപാട് മൗണ്ടൻ റേഞ്ചസ് ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ വെറുതെ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ട്രാൻസ് ഹിമാലയൻ ആണ്, ഇത് ഹിമാലയൻ റേഞ്ചസ് ആണ്, ഇതെന്ന് പറയുന്നത് ഈസ്റ്റേൺ റീജിയൻസിലാണ്, ഇത് പെനിൻസുലാർ റീജിയൻസിലുള്ള ഹൈലാൻഡ്സ് ആണ്. അങ്ങനെ 4 പോർഷനായിട്ട് ഇതിനെ തിരിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എവിടേക്കാന്ന് നോക്കാം. സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് ഈ മൗണ്ടൻ റേഞ്ചസ് വരയ്ക്കാൻ. ഫസ്റ്റ് തന്നെ വെറുതെ ഇവിടുന്ന് കാശ്മീരിന്റെ സെന്ററിൽ നിന്ന് ഇങ്ങനെ വെറുതെ ഒരു ലൈൻ വരയ്ക്കാം. അതിനോട് വിട്ടിട്ട് തന്നെ ഒരു ചെറിയ ലൈൻ ഇവിടെ വരയ്ക്കുക, ഇവിടെ ഇങ്ങനെ 3 എണ്ണം വരയ്ക്കുക. ഇപ്പൊ ഞാൻ വരച്ച ഈ 3 എണ്ണം ഉണ്ടല്ലോ, ഇത് 3 മൗണ്ടൻ റേഞ്ചസ് ആണ്. ഫസ്റ്റത്താണ് കാരക്കോറം, രണ്ടാമത്താണ് ലഡാക്ക്, മൂന്നാമത്താണ് സസ്കർ. അപ്പൊ ട്രാൻസ് ഹിമാലയൻ ഏതൊക്കെയാണ് ആ 3 എണ്ണമായിരുന്നു നമുക്ക് മനസ്സിലായി. ഇനി അടുത്ത ഹിമാലയൻ റീജിയൻസ് ആണ്. ഹിമാലയൻ റീജിയൻസിൽ വരുമ്പോൾ ഇവിടെ ഇങ്ങനെ 3 ലൈൻ വെറുതെ വരച്ചിടുക, ഇങ്ങനെ 3 ലൈൻ വിടാം. ഇവിടെ ഇങ്ങനെ ഇപ്പൊ 3 ലൈൻ വിട്ടു. ഈ 3 എണ്ണം 3 മൗണ്ടൻ റേഞ്ചസ് ആണ്. ഇത് ഹിമാദ്രിയാണ്. അടുത്തത് പറയുന്നത് ഹിമാചലാണ്, ഹിമാചൽ. മൂന്നാമത്തെ പറയുന്നത് സിവാലിക്കാണ്, സിവാലിക്. ഈ 3 എണ്ണമാണ് ഹിമാലയൻ റേഞ്ചസിലുള്ള മൗണ്ടൻ റേഞ്ചസ്. ഓക്കെ, അടുത്ത നമ്മൾ ഈസ്റ്റേൺ റീജിയൻസിലെ മൗണ്ടൻസ് ആണ് നോക്കുന്നത്. ഈസ്റ്റേൺ റീജിയൻ എന്ന് പറയുമ്പോൾ ഈ റീജിയൻ ആണ്. ഇവിടെ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്താൽ മതി. ഈസ്റ്റേൺ റീജിയൻ ഉണ്ട്. ഇവിടെ ആയിട്ട് 3 മൗണ്ടൻ റീജിയൻസ് ഉണ്ട്. ഇവിടെ ഉള്ള 3 മൗണ്ടൻ റീജിയൻസ് എന്ന് പറയുന്നത് കാസി, ഗരോ, ജയന്തി. ഈ 3 മൗണ്ടൻസ് ഇവിടെയാണ് ഉള്ളത്. കാസി, ഗരോ, ജയന്തി എന്ന് പറയുന്നത് ഇവിടെയാണ്. പിന്നെയുള്ള ഏതാണ്? പിന്നെയുള്ള ഇവിടെ ആയിട്ട് ഈ പോർഷനിലായിട്ട് ഒരു മൗണ്ടൻ റേഞ്ച് ഉണ്ട്. ഇതിനെയാണ് പട്കൈബുങ് എന്ന് പറയാം. പിന്നെ നാഗാലാൻഡിന്റെ റീജിയനിലായിട്ട് നാഗാ ഹിൽസ് ഉണ്ട്. പിന്നെ മിസോറാമിലായിട്ട് മീസോ ഹിൽസും ഉണ്ട്. അതേ മെയിൻ ആയിട്ടുള്ളൂ. ഈസ്റ്റേൺ റീജിയൻസിലെ ഈ 6 മൗണ്ടൻ റീജിയൻസ് മാത്രമേ പഠിക്കാനുള്ളൂ. അടുത്തെന്ന് പറയുന്നത് പെനിൻസുലാർ റീജിയനിലെ മൗണ്ടൻ റേഞ്ചസ് ആണ് പറയുന്നത്. പെനിൻസുലാർ റീജിയനിൽ ആദ്യം പറയുന്നത് ആരവല്ലിയാണ്. ആരവല്ലി എന്ന് പറയുന്നത് രാജസ്ഥാന്റെ ഈ ഹാഫിലായിട്ട് വരുന്ന മൗണ്ടൻ റേഞ്ചസ് ആണ്. ഇതാണ് ആരവല്ലി. പിന്നെ ഉള്ളത് വിന്ധ്യ റേഞ്ചസും സത്പുര റേഞ്ചസ് ആണ്. വിന്ധ്യ റേഞ്ചസും സത്പുര റേഞ്ചസും ഏതാണ്ട് ഈ പോർഷനിലായിട്ടാണ് ഉണ്ടാവുക. ഇവിടെ മുകളിലുള്ള വിന്ധ്യ, താഴെയുള്ള സത്പുര റേഞ്ചസും. പിന്നെ ലാസ്റ്റിലേക്കുള്ള 2 എണ്ണം സിമ്പിൾ ആയിട്ടുള്ളതാണ്. ഒന്ന് പറഞ്ഞാൽ വെസ്റ്റേൺ ഗട്ട്സ് എന്ന് പറഞ്ഞാൽ വെസ്റ്റ് ഭാഗത്തോട് പോകുന്നത്, ഇതാണ് വെസ്റ്റേൺ ഗട്ട്സ്. പിന്നെ ഉള്ള ഈസ്റ്റേൺ ഗട്ട്സ് ഇതിലൂടെ എങ്ങനെ പോകണം, ഇത് ഈസ്റ്റേൺ ഗട്ട്സ്. പെനിൻസുലാർ റീജിയനിൽ ഈ 5 മൗണ്ടൻ റീജിയൻസ് ആണ് മെയിൻ ആയിട്ട് പഠിക്കാറുള്ളത്. അപ്പൊ നമ്മൾ എല്ലാ മൗണ്ടൻ റീജിയൻസും പഠിച്ചു. കാരക്കോറും ലഡാക്ക്, സസ്കറും പഠിച്ചു. ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്കും പഠിച്ചു. അതുപോലെ തന്നെ കാസി, ഗരോ, ജയന്തി, പട്കൈബും പിന്നെ നാഗ, മിസോ ഹിൽസും പഠിച്ചു. അത് കഴിഞ്ഞിട്ട് പെനിൻസുലാർ റീജിയനിലെ ആരവല്ലി, വിന്ധ്യ, സത്പുര, വെസ്റ്റേൺ ഗട്ട്സ്, ഈസ്റ്റേൺ ഗട്ട്സ് എല്ലാം നമ്മൾ നോക്കി. അപ്പൊ നമ്മൾ ഇതുവരെ കണ്ടത് ഒക്കെ ഒന്ന് റീക്യാപ്പ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഇതിനെ പ്ലേറ്റോസ് തന്നെ തുടങ്ങാം. പ്ലേറ്റോസ് 3 എണ്ണം. ഇവിടെ ഡെക്കാൻ, ഇവിടെ മാൽവ, ഇവിടെ ചോട്ടാനാഗ്പൂർ. ഇത് 3 പ്ലേറ്റോസ് ആണ് മെയിൻ ആയിട്ടുള്ളത്. അത് 3 മാത്രം നോക്കിയാൽ മതി. ഓക്കെ, റിവേഴ്സ് നമുക്ക് ഇനി ജസ്റ്റ് ഒന്ന് റീക്യാപ്പ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് തന്നെ ഇൻഡസ് റിവർ ഇതിലൂടെ പോകുന്ന ഇൻഡസ് റിവർ. പിന്നെ ഉള്ളത് ഗംഗയാണ്. ഗംഗ എന്ന് പറയുന്നത് ഈ റീജിയനിലൂടെ പോകുന്നത്. ഗംഗേന്റെ കൂടെ തന്നെ നമുക്ക് യമുനയെ മാർക്ക് ചെയ്യുക. ഗംഗയും യമുനയും ഒക്കെ സെയിം പോർഷനിലൂടെയാണ് പോകുന്നത്. പിന്നെ ഉള്ളത് ഗുജറാത്ത്, മധ്യപ്രദേശ് റീജിയനിലൂടെ ഇതിലൂടെ പോകുന്ന നർമ്മദ, അതുപോലെ തന്നെ അതിന്റെ താഴെ താപ്തി. ഈ 2 റിവേഴ്സ് ആണ് ഈ റീജിയനിൽ പോകുന്നത്. ഇനി തമിഴ്നാട് റീജിയനിൽ കാവേരി പോകുന്നുണ്ട്. ആന്ധ്രാപ്രദേശ് റീജിയനിൽ കൃഷ്ണ പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഗോദാവരിയും പോകുന്നുണ്ട്. ഒറീസന്റെ മിഡിലായിട്ട് മഹാനദി, വെസ്റ്റ് ബംഗാളിന്റെ മിഡിലൂടെ ആയിട്ട് ഹൂഗ്ലി നദി. ഫസ്റ്റ് തന്നെ ഞാൻ ട്രാൻസ് ഹിമാലയൻ റീജിയൻസിലെ 3 മൗണ്ടൻ ആണ് പറയുന്നത്. വെറുതെ ഇങ്ങനെ 3 ലൈൻ വരയ്ക്കുക. 1 ഇവിടെ, 2 ഇവിടെ, 3 ഇവിടെ. ഈ 3 എണ്ണാണ് ഫസ്റ്റത്തെ കാരക്കോറം, രണ്ടാമത്തെ ലഡാക്ക്, മൂന്നാമത്തെ സസ്കർ. ഈ 3 ആണ് ട്രാൻസ് ഹിമാലയൻ റീജിയനിലെ മെയിൻ ആയിട്ടുള്ള മൗണ്ടൻ. പിന്നുള്ളത് ഹിമാലയൻ റീജിയൻസ് ആണ്. ഹിമാലയൻ റീജിയൻസ് എന്ന് പറയുന്നത് ഇവിടെയാണ്. ഇവിടെ 3 ലൈൻ ഇങ്ങനെ വരച്ചാൽ ഫസ്റ്റത്തെ ഹിമാദ്രി, രണ്ടാമത്തെ ഹിമാചൽ, മൂന്നാമത്തത് സിവാലിക്. ഇതാണ് ഹിമാലയനും ട്രാൻസ് ഹിമാലയൻ റീജിയൻസിലെ മെയിൻ ആയിട്ടുള്ള മൗണ്ടൻസ്. ഇനി നേരെ പെനിൻസുലാർ റീജിയൻസിൽ വന്നു കഴിഞ്ഞാൽ അവിടെ ഫസ്റ്റ് തന്നെ ഉള്ളത് രാജസ്ഥാന്റെ മിഡിൽ പോർഷനിലായിട്ട് ആരവല്ലി റേഞ്ചസ്. പിന്നെ മധ്യപ്രദേശ്, ഗുജറാത്ത് റീജിയനിലായിട്ട് വിന്ധ്യ, സത്പുര. ഇത് വിന്ധ്യ, ഇത് സത്പുര. അങ്ങനെ 2 മൗണ്ടൻ റേഞ്ചസ്. പിന്നെ ഇതിലൂടെ വെസ്റ്റേൺ ഗട്ട്സ് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിലൂടെ ഈസ്റ്റേൺ ഗട്ട്സും പോകുന്നുണ്ട്. ഇതായിരിക്കുകയാണെങ്കിൽ പെനിൻസുലാർ റീജിയൻസിലെ മെയിൻ മൗണ്ടൻസ് കഴിഞ്ഞു.
അടുത്തെന്ന് പറയുന്നത് ഈസ്റ്റേൺ റീജിയനിലെ ഹൈലാൻഡ്സ് ആണ്. ഈസ്റ്റേൺ റീജിയനിൽ ഈ കാണുന്ന ഈ പോർഷനിൽ ഇവിടെ 3 മൗണ്ടൻ റീജിയൻസ് ഉണ്ട്. കാസി, ഖരോ, ജയന്തി, ഇങ്ങനെ 3 മൗണ്ടൻ റീജിയൻസ് ആണ് ഇവിടെ ഉള്ളത്. പിന്നെ ഈ പോർഷനിലായിട്ട് ഇവിടെ ആയിട്ടാണ് പട്കൈബും ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ നാഗാലാൻഡില് നാഗ ഹിൽസ്, മിസോറാമില് മിസോ ഹിൽസ്. ഇത് മാത്രമേ ഈസ്റ്റേൺ റീജിയൻസിൽ മെയിൻ ആയിട്ടുള്ള മൗണ്ടൻസ് ഉള്ളൂ. അപ്പൊ നമ്മൾ എല്ലാം ഒന്ന് റീക്യാപ്പും കൂടി ചെയ്തു. ഇത്ര മാത്രമേ പഠിക്കാനുള്ളൂ. പ്ലേറ്റോസ്, റിവേഴ്സ്, മൗണ്ടൻ റേഞ്ചസ്, ഇത് 3 ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി പോയാൽ തന്നെ കിട്ടും. ഈ വീഡിയോയും കൂടി കണ്ടു കഴിഞ്ഞാൽ ഒക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇതുവരെ പറഞ്ഞാൽ ഞാൻ നിങ്ങളെ ഫോക്കസ് ഏരിയകളിലെല്ലാം കവർ ചെയ്തിട്ടുണ്ട്. അതായത് റിവേഴ്സ് പറഞ്ഞു, മൗണ്ടൻ റേഞ്ചസ് പറഞ്ഞു, അതുപോലെ തന്നെ പ്ലേറ്റോസും പറഞ്ഞു. ഇത് 3 നിങ്ങളുടെ ഫോക്കസ് ഏരിയയിൽ മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. അതുവരെ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് മാപ്പിന്റെ റീജിയൻ എന്നുള്ള എല്ലാ മാർക്കും കിട്ടും. ഇനി ഇത് വെച്ചിട്ട് ഒരു കണക്ഷൻ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഇതുവരെ പഠിച്ച് സെറ്റ് ആയവർ അവിടെ വെച്ച് നിർത്തിക്കോ, ബാക്കി അങ്ങോട്ട് കണ്ടിട്ട് വെറുതെ കൺഫ്യൂഷൻ ആകണ്ട. ഇനി ഇതുവരെ പഠിച്ചിട്ട് ഒന്നും മനസ്സിലായില്ലെങ്കിൽ ചെറിയൊരു കണക്ഷനാണ് ഞാൻ പറഞ്ഞു തരുന്നത്. എല്ലാത്തിനെയും ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ പറഞ്ഞുതരാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം റിവേഴ്സ് ഉണ്ടാവുന്നത് മൗണ്ടൻ റേഞ്ചസ് എന്നാണ്. അപ്പോൾ ഇത് നോക്കിയാൽ തന്നെ അറിയാം, ട്രാൻസ് ഹിമാലയൻ റീജിയൻസ്, ആ മൗണ്ടൻ റീജിയൻസിന്റെ അടുത്തൂടെയാണ് ഇൻഡസ് റിവർ പോകുന്നത്. അതുപോലെ ഹിമാലയൻ റേഞ്ചസിലൂടെയാണ് ഗംഗ യമുന പോണത്. ആരവല്ലി റീജിയനിലൂടെയാണ് ലൂണി നദി പോകുന്നത്. ലൂണി നദി ഞാൻ നേരത്തെ മാർക്ക് ചെയ്തിട്ടില്ല, അത് അടുത്ത സ്ലൈഡിൽ ഞാൻ മാർക്ക് ചെയ്ത് തരാം. അതുപോലെ മാൾവ പ്ലേറ്റോ റീജിയനിലാണ് വിന്ധ്യ സത്പുര റേഞ്ചസ് ഉള്ളത്. വിന്ധ്യ സത്പുരയുള്ള 2 നദികളാണ് നർമ്മദയും താപ്തിയും. ജസ്റ്റ് ഒരു കണക്ഷൻ ആണ്, ഞാൻ അത് വരച്ച് ക്ലിയർ ആക്കി തരാം. ഇവിടെയാണ് നമ്മുടെ ട്രാൻസ് ഹിമാലയൻ റേഞ്ചസ് ഉള്ളത്. ട്രാൻസ് ഹിമാലയൻ റേഞ്ചസ്, അതിന്റെ ഇടയിൽ കൂടെയാണ് ഇൻഡസ് നദി പോകുന്നത്. ഇത് ഇൻഡസ് നദിയാണ്. ഇൻഡസ് നദി പോകുന്നത് ട്രാൻസ് ഹിമാലയൻ റേഞ്ചസിന്റെ ഇടയിലൂടെയാണ്. അടുത്തത് പറയുന്നത് ഹിമാചൽ റീജിയൻസ് ആണ്. ഹിമാചൽ റീജിയൻസ് ഇവിടെയാണ് 3 ഹിമാചൽ റേഞ്ചസ് ഉള്ളത്. ഇതിന്റെ ഇടയിൽ കൂടെയാണ് നമുക്ക് ഗംഗ യമുന റിവേഴ്സ് പോകുന്നത്. അടുത്തത് ആരവല്ലി റേഞ്ചസ്. ആരവല്ലി റേഞ്ചസ് എന്ന് പറയുന്നത് ഇവിടെയാണ്. ഈ രാജസ്ഥാന്റെ ഹാഫിലായിട്ടാണ് നമ്മൾ ആരവല്ലി റേഞ്ചസ് വരയ്ക്കുക. ആരവല്ലിന്റെ വാലീസിലൂടെ പോണ റിവറാണ് ലൂണി. ഓക്കെ, അപ്പൊ നമ്മൾ ഏതൊക്കെ ഇപ്പം പഠിച്ച് ട്രാൻസ് ഹിമാലയൻ റീജിയൻസിലൂടെ പോണ ഇൻഡസ് റിവർ, അതുപോലെ ഹിമാചൽ റീജിയൻസിലൂടെ പോകുന്ന ഗംഗ യമുന, ആരവല്ലി റീജിയൻസിലൂടെ പോണ ലൂണി നദി. ഓക്കെ, അടുത്തത് മാൽവ പ്ലേറ്റോ റീജിയൻസ് ആണ്. മാൽവ പ്ലേറ്റോ റീജിയൻ എന്ന് പറയുന്നത് ഈ ഭാഗത്തായിട്ടാണ് അല്ലേ. ഇവിടെയാണ് മാൽവ പ്ലേറ്റോ റീജിയനിൽ. അവിടെയുള്ള 2 മൗണ്ടൻ റേഞ്ചസ് ആണ്. ഒന്ന് വിന്ധ്യയും അടുത്തത് സത്പുരയും. ഈ 2 മൗണ്ടൻ റേഞ്ചസിന്റെ വാലീസിലൂടെ പോകുന്ന റിവറാണ് നർമ്മദ താപ്തി. നർമ്മദ താപ്തി എന്ന് പറയുന്നത് ഇത് നർമ്മദ, ഇത് താപ്തി. ഇതെന്ന് പറയുന്ന വിന്ധ്യ സത്പുര റേഞ്ചസിന്റെ വാലീസിലൂടെ പോകുന്ന റിവറാണ് നർമ്മദ താപ്തി. ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് മെയിൻ ആയിട്ട് മാപ്പിന്റെ റീജിയനിൽ പഠിക്കാനുള്ളത്. ഫോക്കസ് ഏരിയയിൽ ഇത് 3 മെയിൻ ആയിട്ട് പറയുന്നുള്ളൂ, റിവേഴ്സും മൗണ്ടെയിൻസും പ്ലേറ്റോസും. അത് മാത്രം പഠിച്ചാൽ മതി. ഒരു 5 മാർക്ക് എന്തായാലും ഉറപ്പാണ്. മാപ്പിന്ന് മെയിൻ ആയിട്ട് 5 മാർക്ക് 3 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക. ക്വസ്റ്റ്യൻസിന്റെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ അത് നിങ്ങളോട് നേരെ മാർക്ക് ചെയ്യാനായിരിക്കും, നിങ്ങൾ നേരെ പോയിട്ട് മാപ്പിൽ മാർക്ക് ചെയ്യാനായിരിക്കും. അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ മാപ്പിൽ മാർക്ക് ചെയ്തതെന്നുണ്ടാവും, ഏതാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കാനായിരിക്കും. എങ്ങനെയായാലും ഇത് മാത്രമേ ചോദിക്കുകയുള്ളൂ. ഇത് നല്ലപോലെ പഠിച്ചു പോയാൽ മാർക്ക് ഉറപ്പാണ്. Exam winner. Crack your exams with Exam Winner and be a true winner.